Hi, welcome back to Thajus Curryworld. Arabian Zurbian rice അഥവാ Zurbian Biriyani. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇത്? ഭയങ്കര ടേസ്റ്റ് ആണ്. അത് കാണുമ്പോൾ ശരിക്കും മന്തിന്റെയും ബിരിയാണിയുടെ ഒക്കെ ആ ഒരു രൂപത്തിലാണ്. പക്ഷേ ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഇത് ഓറഞ്ചിന്റെ ഒരു ടേസ്റ്റ് ആണ് ഈ റൈസിന്. ശരിക്കും അതും കൂടെ വരുമ്പോൾ ഈ ബിരിയാണി ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം, അതിലൊന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കി കൊടുക്കുക. എന്നാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. ഇത് ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ചിക്കൻ വെച്ചിട്ട് ചെയ്യുന്ന രീതിയാണ്. അത് വളരെ എളുപ്പമാണ്. ഇതിനാദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 സവാള എടുത്തിട്ടുണ്ട്. ആ സവാള നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ആ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പാത്രം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് 1 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന ഓയിൽ നമ്മൾ വേസ്റ്റ് ചെയ്യുന്നൊന്നുമില്ല, നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ആ റൈസിന് കറക്റ്റ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാള ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാള 2 ബാച്ചായിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ സവാള പൊരിച്ചു വരുന്ന സമയത്ത് ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആയാൽ മതി, അധികം പൊരിയേണ്ട ആവശ്യമില്ല. കാരണം അധികം പൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മസാലയ്ക്ക് ഒരു കയ്പ്പ് രസമായിരിക്കും. ഈ ഒരു രൂപത്തിലായാൽ മതി. ഇത് സവാള ഈ ഒരു രൂപത്തിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ജസ്റ്റ് ഒരു ബ്രൗൺ കളറും കുറച്ച് ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സവാള നമുക്ക് ഇതേപോലെ പകുതിയാക്കി എടുക്കണം. ഈ പകുതി നമുക്കെടുത്ത് ഈ സവാളയിലോട്ട് 5 ടേബിൾ സ്പൂണ് തൈര് ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ ഒരു രൂപത്തിൽ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യുന്ന രീതിയിൽ കുറച്ച് വലുപ്പത്തിൽ തന്നെയുള്ള പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ അരപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇനി ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിലോട്ട് ഞാൻ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ എടുക്കുന്ന തൈരിന് തീരെ പുളിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇതിന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 15 മിനിറ്റാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. എത്ര നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രയ്ക്ക് നല്ല ടേസ്റ്റായി കിട്ടും. ഇനി ഇതിലേക്കുള്ള ചോറ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഈ സുർബിയാൻ റൈസ് ഉണ്ടാക്കുന്ന ടൈമിന് ബസ്മതി റൈസ് തന്നെ ഉപയോഗിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീരകശാല ഉപയോഗിക്കാം. പക്ഷേ കറക്റ്റ് ടേസ്റ്റും ആ ഒരു ലുക്കും കിട്ടണമെങ്കിൽ ബസ്മതി റൈസ് തന്നെ വേണം. കുറച്ച് ലോങ് ഉള്ള റൈസ് ആണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. 4 കപ്പ് അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരമണിക്കൂർ കുതിർത്തെടുത്തതാണ്. നമുക്കിവിടെ അരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 10 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് അധികം തന്നെ വെള്ളം എടുക്കുക. നമ്മൾ ഈ അരി ഒരു 90% വേവുന്ന സമയത്ത് നമ്മൾ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് അധികം തന്നെ വെള്ളം വേണം, അല്ലെങ്കിൽ ഈ അരി ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് തന്നെ നിൽക്കും. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അതേപോലെ ബേ ലീഫ്, അതേപോലെ ഉണക്ക നാരങ്ങ എന്നിവ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉണക്ക നാരങ്ങയ്ക്ക് ഞാൻ ഇവിടെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം അതിൻ്റെ കറക്റ്റ് ഫ്ലേവറൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള നമ്മൾ മുസംബീൻ്റെ തോലി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ആഡ് ചെയ്യുന്നതുകൊണ്ട് കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ചോറിലൊക്കെ നല്ല ആ ഒരു ഫ്ലേവർ തന്നെ കിട്ടും. നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊരിച്ച് കോരിയിട്ടുള്ള എണ്ണ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ റൈസ് സ്റ്റിക്കി ആവാതിരിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ സവാള പൊരിച്ച ആ ഒരു ഫ്ലേവർ ഈ റൈസിലേക്ക് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ. 5 മിനിറ്റ് ആവുന്ന സമയത്ത് ഇതാ ഒരു 90% വെന്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് ഊറ്റിയെടുക്കാം. നമ്മളിത് ഊറ്റിയെടുക്കുന്ന സമയത്ത്
മുസംബിയുടെ തൊലി എടുത്ത് മാറ്റണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അര സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇത് ഓപ്ഷണലാണ്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ് എന്നിവയോ. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തത്. അപ്പോൾ ഈ തക്കാളി നമ്മൾ അരച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടി കട്ടിയുള്ള കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കുക. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് കോരിയിട്ടുള്ള ബാക്കിയുള്ള എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പട്ട, ഗ്രാമ്പൂ, ഏലക്കയൊക്കെ എടുക്കുന്ന സമയത്ത് കുറേ അധികം ഒന്നും എടുക്കണ്ട, കുറച്ച് മാത്രം മതി. ജസ്റ്റ് അതിൻ്റെ ഒരു ടേസ്റ്റ് മാത്രം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സവാള ഇത് ഈ ഒരു രൂപത്തിലായിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇതിലേക്കുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി എന്നിവ ഓരോ ടീസ്പൂൺ വീതവും, 2 ചിക്കൻ മാഗിയുടെ ക്യൂബും, ഒരു മീഡിയം സൈസ് പൊട്ടറ്റോയും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തക്കാളി ജ്യൂസ് ആഡ് ചെയ്ത് ഇത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. മസാല ഇട്ട് ആ ഒരു പച്ചമണം മാറുന്ന ആ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ടതിന് ശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ചിക്കൻ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക. ഒരു 3 മിനിറ്റ് ആകുന്ന സമയത്ത് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചതിൽ നിന്നും കുറച്ച് മാത്രം പൊരിച്ച സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിന എടുക്കുന്ന സമയത്ത് കുറേ വേണ്ട, മല്ലിയില എടുക്കുന്നതിൻ്റെ പകുതി മാത്രം പുതിനയില എടുത്താൽ മതി. ഇനി ഇത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുക്കുക. ഇനിയാണ് ചിക്കനും ചോറും അതൊക്കെ ഇതിൽ നിന്ന് വേവുന്നത്. അപ്പോൾ നമ്മൾ ഇത് സിമ്മിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ട് ബാക്കിയുണ്ടായിരുന്ന സവാളയിലേക്ക് മല്ലിയിലയും അതേപോലെ പുതിനയിലയും ഇട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ നെയ്യ് ഇതേപോലെ കുറച്ചായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഏകദേശം 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കി വന്ന ചോറ് ഇതേപോലെ ഇതിൻ്റെ മുകളിൽ നിരത്തി കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് സിമ്മിലിട്ടിട്ട് മാത്രമേ ചെയ്യാവൂ, കാരണം നമ്മൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല ചിക്കനിൽ. അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ സിമ്മിലിട്ടിട്ട് തന്നെ ഇതേപോലെ റെഡിയാക്കി എടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലും ഇതേപോലെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ബാക്കി വന്നിട്ടുള്ളതും ഇതേപോലെ മുകളിലിട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു മുസംബിയുടെ തൊലി ഇതേപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ആ ഒരു ഫ്ലേവർ ഈ ചോറിലും മസാലയിലൊക്കെ പിടിക്കും. ഇനി ഇത് ഇതേപോലെ നന്നായിട്ട് അടച്ചു വെച്ച് ആവിയൊന്നും പോവാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇത് ഒരു 15 to 20 മിനിറ്റ് നമുക്ക് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം. അത് വളരെ ചെറിയ തീയിൽ സിമ്മിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് 20 മിനിറ്റിന് ശേഷം നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് വേവാണ്, നല്ലൊരു അടിപൊളി സ്മെല്ലും ഉണ്ട്. ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ഈ മുസംബിയുടെ തൊലി നമുക്ക് എടുത്ത് മാറ്റാം. എന്നിട്ട് ഈ റൈസ് ചിക്കനുമായിട്ട് ഒന്ന് ഇതേപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ സർവിങ് ബോളിലേക്ക് മാറ്റാം. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്, തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു ചോറ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് ഇതുണ്ടാക്കി കൊടുത്താൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ശരിക്കും ഒരു സർപ്രൈസ് ആയിരിക്കും. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ.